കൊടും ചൂടിൽ വലയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചും അയർലൻഡിലെ കനത്ത ചൂടിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഹേ ഫീവറിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിലും പോർച്ചുഗലിലുമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താപനില രേഖപ്പെടുത്തിയത്. 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. സ്പെയിനിൽ ഒരാഴ്ചക്കിടെ 7 പേർ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും താപനില ഒട്ടും കുറവല്ല. ഇവിടെയും വിനോദ സഞ്ചാരത്തിനും സ്കൂളുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കനത്ത ചൂടുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പകൽ സമയത്തുള്ള ജോലിയും വിലക്കിയിരിക്കുകയാണ്. പൂർണ്ണമായും വെയിൽ കൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലുള്ള ജോലികളാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുർക്കിയിലാവട്ടെ കാട്ടുതീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ 5ഓളം ജില്ലകളിലേക്ക് തീ പടർന്നതായി അറിയുന്നു. യൂറോപ്പിലെ എക്കാലത്തെയും വേനൽക്കാല ചൂടിനേക്കാൾ ഏറ്റവും വലിയ ചൂടാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. സമ്മറിന്റെ അവസാന കാലങ്ങളായ മെയ്, ജൂലൈ തുടങ്ങിയ സമയങ്ങളിലുണ്ടാവുന്ന ഹെയ് ഫീവർ അയർലൻഡിലും വ്യാപകമായി വ്യാപിച്ചിട്ടുണ്ട്. ഗ്രാസ് പോളൻ അലർജി മൂലമാണ് ഹേ ഫീവർ ഉണ്ടാവുന്നത്. ബ്ലോക്ക്ഡ് നോസ്, ഇച്ചി ഐസ്, ത്രോട്ട് ഇറിറ്റേഷൻ, സ്നീസിംഗ് തുടങ്ങിയവയാണ് ഹേ ഫീവർ സിംറ്റംസ്. ഉച്ചസമയത്തും ഉച്ചയ്ക്ക് ശേഷവുമുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയ്ക്കുക എന്നതാണ് ഹേ ഫീവറിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം. ഹേ ഫീവർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല, കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്നുള്ളതൊക്കെ ആശ്വാസകരമാണ്. എങ്കിലും ടാബ്ലറ്റ്സോ നേസൽ സ്പ്രേയോ ഐ ഡ്രോപ്സോ ഒക്കെ ഉപയോഗിച്ച് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണണം എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. യൂറോപ്പിലെ പുതിയ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.